തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നാണ് നേതൃത്വത്തോട് രാഹുലിന്റെ ആവശ്യം. ആവശ്യത്തോട് അനുകൂല നിലപാടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് സൂചനകൾ. ആർ ശ്രീത്ത് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, നിലവിൽ ഈ MLA സ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ അത്തരത്തിലൊരു വികാരം കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗത്തിനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ നിന്ന് ഒഴിയണം എന്നുള്ളൊരു വികാരം. പക്ഷേ അതിനോട് അനുകൂലമായല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ നിലപാടിൽ വ്യക്തമാകുന്നത്. പക്ഷേ എന്താണ് അതിലൊരു വ്യക്തത കുറവുള്ളത്? എന്താണ് ഇതിൽ നേതൃത്വത്തിന്റെ തീരുമാനം? അവർ എപ്പോഴായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുക? പ്രജയിൽ ലൈംഗിക പീഡന പരാതികളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ അദ്ദേഹത്തെ നിയമസഭാ അംഗത്തിൽ നിന്നും കൂടി രാജിവെപ്പിക്കണം എന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെച്ച അഭിപ്രായത്തിന് പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ജോസഫ് വാഴക്കൻ, MLA മാരായ ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ സമാന അഭിപ്രായവുമായി രംഗത്ത് വന്നു. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ രാജിവെക്കണമെന്ന അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചും കഴിഞ്ഞു. എന്നാൽ രാജി ആവശ്യത്തിന് വഴങ്ങാതെ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏറെ പണിപ്പെട്ട് ഏറെ ആഗ്രഹിച്ചു നേടിയ MLA സ്ഥാനം രാജിവെക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേൾക്കണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും രാജിക്കാര്യത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പാർട്ടിയിലെ പ്രധാന നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ്. ഇന്ന് രാത്രിയോടെ കൂടിയാലോചനകൾ പൂർത്തിയാക്കി നാളേക്കകം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന വിവരമാണ് KPCC നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഹൈക്കമാൻഡ് പ്രതിനിധികളുടെയും പ്രതികരണത്തിൽ നിന്ന് അതുതന്നെയാണ് നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്. എന്തായാലും രാജിക്ക് വേണ്ടിയുള്ള മുറവിളി ശക്തമാണ്. അത് കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും ശക്തമായ അഭിപ്രായങ്ങൾ ഉയർന്നത്. ഇതിനിടയ്ക്ക് രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ച് എല്ലാവരുടെയും അഭിപ്രായം ആരായണമെന്ന ആവശ്യമുണ്ട്. എന്തായാലും ഇതുവരെ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കാനുള്ള നിർദ്ദേശമോ തീരുമാനമോ പോയിട്ടില്ല. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ആർക്കും അത്തരമൊരു അറിയിപ്പ് ലഭിച്ചിട്ടുമില്ല. നാളെ ഒരുപക്ഷെ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ കൂടി വരുന്നു. ഷമാ മുഹമ്മദ് പറയുന്നു, രാഹുലിനെതിരെ നടപടി വേണം എന്നാണ് അവരുടെ ആവശ്യം. ആരോപണം ഉയർന്നതിന് പിന്നാലെ ഒരു നടപടിയെടുത്തു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പല പെൺകുട്ടികൾക്കും പരസ്യമായി പറയാൻ മടിയുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഒപ്പം തന്നെ സന്ദീപ് വാര്യർ പറയുന്നു, ശബ്ദരേഖയിൽ BJP ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതിൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.